ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കണ്ടെന്നൊന്നും എനിക്ക് ഒരു എത്തും പിടിയില്ല. കാര്യം ഞാൻ വീഡിയോ എടുക്കുന്നതിന് രാവിലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഞായറാഴ്ച കൂടെയാണ്, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്നതൊക്കെ കുക്കിംഗ് കാണുമോ എന്താണ് ഒരു ടിപ്സ് ഉണ്ട്, ഒരു ഹെയർ ടിപ്സ് ഉണ്ട്. കാര്യം അച്ഛൻ്റെ മുടിക്ക് ഞാൻ എന്നതാ കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം മാത്രമേ കാണിച്ചോളായിരുന്നു. അപ്പൊ ഇനിയിപ്പം ബാക്കിയുള്ള അടുത്ത ഒരെണ്ണം കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മുടിയിൽ എന്നേലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് അടുത്ത ചെയ്തോളൂ. കാര്യം ആദ്യത്തെ റിസൾട്ട് നമുക്കൊന്ന് കിട്ടിയതിന് ശേഷം വേണം അടുത്ത ചെയ്തിട്ട്. അല്ലാതെ അതിന്റെ പുറത്തോട്ട് കൊണ്ടേ ചെയ്തത് ഇതിൽ ഏത് ചെയ്തിട്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുണ്ട് ഇന്ന്. പിന്നെ അച്ഛൻ്റെ മുടിയുടെ തുമ്പൊന്ന് മുറിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കപ്പയാണ്. കപ്പ വേവിച്ച്, പിന്നെ മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി ഒന്നും വെക്കണ്ട, കപ്പ മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് വേവിച്ച്, ഇവിടെ കപ്പയും മീൻകറി ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇവർക്ക് അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. കപ്പയ്ക്ക് നല്ലപോലെ വെന്ത്, കപ്പയും പിന്നെ നമ്മുടെ നേരത്തെ മീൻ കറി. വെളിയിൽ നല്ല മഴയാണ്. ഒരുത്തനെ ഞാൻ പഠിക്കാനെന്ന് പറഞ്ഞ് ഇരുത്തിയതാണ്. ഒരുത്തേണ്ട് ഇങ്ങോട്ട് പായി നോക്കി പോയി പഠിക്കപ്പെടണേ. അച്ചു പഠിക്കുക. അച്ചു, നീ എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ ഉഴപ്പുഴപ്പ് നിൽക്കുക? പഠിക്കുക. എക്സാം ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവരെണ്ണോ കണ്ടോ? കണ്ടോ? പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് തെക്ക് വടക്ക് നടക്കും. പുസ്തകം തുറന്നിവിടെ ഇരിപ്പുണ്ട്. അപ്പനോ ഞാനോ വരുമ്പോഴത്തേക്ക് ഓടി വന്ന് പുസ്തകത്തിന്റെ മുന്നിലോട്ടിരിക്കും. കാറ്റ വിളി, നിങ്ങളുടെ ജെല്ല് തുറന്നെടുക്കും. അതാണ് എന്നെ സൗണ്ടാ കേട്ടെ. ഇനി മഴ കണ്ടോണ്ടിവിടെ നിന്നോ. തണുപ്പുണ്ടേ. എന്നതിന് നല്ല മഴയാകുമ്പോണ്ട് പരീക്ഷ മാറ്റിവെക്കുകയല്ല, പരീക്ഷ നടത്തും. പഠിക്ക. ഓ, എനിക്ക് നിന്നെ കാണുമൊന്നും വേണ്ട. ഞാനെന്നും നിന്റെ മുഖത്ത് കാണുന്നത്. നിന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും. ശ്രീദേവി ചേച്ചി അന്വേഷിച്ചു, പിന്നെ ഗീതേച്ചി അന്വേഷിച്ചു. ഇങ്ങനെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കകത്ത് അമ്മ ചോദിച്ചു, കണ്ണമ്മോൻ എന്ത് ചെയ്യേ? കണ്ണമ്മോൻ ഇവിടെ ഭയങ്കര അലമ്പാ. ഞാൻ വഴക്ക് പറയുന്നോണ്ട് ഇപ്പം വീഡിയോ വരാത്ത. പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. തല കണ്ടോ? ആ തലമുടി വെട്ടാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇതൊന്നും ചെയ്യല. പഠിക്കടാ. വെളിയിലെ ഇടയ്ക്ക് നല്ല മഴ പെയ്യും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ നല്ല വെയിലും മഴയും എല്ലാം കൂടെ ആയിട്ടില്ല. ഇപ്പം തന്നെ പിന്നെയും ഒന്ന് മൂടൽ വരുന്നുണ്ട്. ഈ മൂടി നിൽക്കുക തന്നെ പിന്നെയും തെളിയും. അപ്പൊ അച്ഛൻ്റെ തലയിൽ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എന്നാ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് എന്നതാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ തലയിൽ എണ്ണ തേക്കണം. എണ്ണ തേച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ. അപ്പൊ അതെന്നാന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ സാധനങ്ങളും ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട്. ഭയങ്കര വെയിലാണ് വെളിയിൽ നിന്ന് കേട്ടോ. പാത്രത്തിലൊക്കെ വെട്ടൊടിച്ചിട്ട് കേട്ടോ, ഭയങ്കര വെയിൽ. അപ്പം ഞാൻ അച്ഛന് തല പറ്റി കൊടുക്കാനായിട്ട് ഓരോ ദിവസവും ഓരോന്ന് നമ്മൾ പരട്ടി 2-3 ദിവസമെങ്കിലും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ നിൽക്കണം. എന്നാലേ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ്റെ തല തേച്ചിട്ടിപ്പോൾ എനിക്കൊന്ന് 2 ദിവസം അതിൽ വെച്ചു. വെള്ളി ശനി വെള്ളിയാഴ്ച അല്ലല്ലോ, വ്യാഴാഴ്ച കണ്ടല്ലേ ചെയ്തേ. വ്യാഴാഴ്ച കണ്ടാന്ന് തോന്നുന്നു, ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും ദിവസത്തെ വ്യത്യാസം വന്ന്. അപ്പൊ ഇനിയിപ്പം മുട്ടയുടെ ഞാൻ എന്നത് എടുക്കുന്നതെന്ന് പറയാന്നല്ലേ, പറയുന്നതിന് മുമ്പേ പറഞ്ഞു, കാണിക്കാൻ മുമ്പേ. അപ്പൊ മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. പറഞ്ഞാലും പറയല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പോകാം അല്ലേ. മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. അപ്പൊ അത് മുട്ടയുടെ വെള്ള ഞാനിപ്പോൾ ഗ്ലാസ്സിലോട്ട് എടുക്കുന്നതിന് കാണിച്ചു തരാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി കേട്ടോ, ചിരി വരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചില സമയത്ത് ഒഴിച്ചപ്പോൾ അങ്ങനെ ഒന്നും വന്നില്ലെന്നേ. പക്ഷെ ഇന്ന് ഞാൻ കറക്റ്റായിട്ട് അത് ഒഴിച്ച് കാണിക്കും. അപ്പം മുട്ടയുടെ വെള്ളം എടുക്കണം. അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. താരനൊക്കെയുള്ളവർക്ക് നാരങ്ങാനീര് ചേർക്കാം. നമ്മുടെ ജയചേച്ചിയുടെ ചാനലിലൂടെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ടിപ്സ് കണ്ടുപഠിച്ചത്. മുട്ടയൊക്കെ തേച്ചിട്ടുണ്ട് നേരത്തെ തേച്ചിട്ടുണ്ട്. പക്ഷെ താരനുള്ളവർക്ക് നാരങ്ങാനീരും കൂടെ ഇതിനകത്ത് ചേർത്താൽ നല്ലതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് പഠിച്ച ഇതിനകത്തൊന്നാണ്. അപ്പോൾ ഇന്ന് മുട്ടയുടെ വെള്ളം തേക്കാൻ തുടങ്ങുന്നു. അച്ഛൻ കുളിക്കാനൊക്കെ തുടങ്ങാം. അപ്പോൾ 1/2 മണിക്കൂർ
ഇങ്ങനെ ഒരു 20 മിനിറ്റെങ്കിലും തല വെച്ചേക്കണം ഇത് പുരട്ടി. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുടി വളരുന്നതിനും മുടി ഒന്ന് മുറിച്ചാലൊരു തുമ്പ് മുടിയുടെ തുമ്പ് മുറിച്ച് വെച്ച് നമുക്ക് അച്ചുവിൻ്റെ തലയിൽ മുട്ടയുടെ വെള്ളം പുരട്ടാവേ. മുട്ട ഞാൻ എടുത്ത് ഇനി അതിൻ്റെ വെള്ളം എടുക്കാണ്ട് തുടങ്ങുവാണ്. ഇതിപ്പം ബ്ലോക്ക് മുട്ടയാണ്. ബ്ലോക്ക് മുട്ടയോ നാടൻ മുട്ട തന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ രണ്ടും അച്ഛൻ്റെ തലയിലും എൻ്റെ തലയിലും തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊട്ടുന്ന സൗണ്ട് കേട്ടോ ഒരുമാതിരി എന്നെ മറ്റേ വലിയ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയിലിട്ട് കൊട്ടുന്നതിലിട്ട് കൊട്ടുന്നുണ്ടെന്ന് ഒന്ന് തട്ടിയിട്ടൊന്നും അത് പൊട്ടുന്നില്ലേ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ അല്ല നമ്മൾ ഒത്തിരി നേരിട്ട് കഴിക്കാൻ മൊത്തത്തിലങ്ങ് പൊട്ടിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ തുമ്പ് മാത്രമായിട്ട് ഇടിച്ച് പൊട്ടിക്കുന്നത്. കണ്ടോ ഇന്ന് മുട്ടയുടെ വെള്ളം കറക്റ്റായിട്ട് വീണു. ചില സമയത്ത് അങ്ങനെയാണെന്നേ, ചില സമയത്ത് കുഴപ്പമില്ല. അപ്പം മുട്ടയുടെ വെള്ളമൊക്കെ നല്ലപോലെ എടുത്ത് അതിനകത്ത് മുഴുവൻ എടുക്കുന്നുണ്ട്. ഉണ്ണി എടുക്കണ്ട കേട്ടോ. ഉണ്ണി എടുക്കാതെ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി. അപ്പോൾ പലരും ചോദിക്കും ഈ മുട്ടയുടെ വെള്ളമൊക്കെ തലയിൽ തേച്ചാൽ സ്മെല്ല് വരത്തില്ല. ഒരു ശകലം പോലും സ്മെല്ല് വരത്തില്ല. അത് തേച്ചിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാം. നമ്മൾ മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു ഉളുമ്പുനാറ്റം ഒക്കെ വരുന്നത്. മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് തലയിൽ തേച്ചാൽ ഒട്ടും പ്രശ്നമില്ല. നല്ല ഇതായിട്ട് തന്നെ മുടി കിടക്കുകയും ചെയ്യും. മുട്ട തേച്ചാന്ന് പോലും അറിയത്തുമില്ല. അപ്പോൾ അച്ചുവിൻ്റെ മുടി ഞാനൊന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. അത്രയും വെച്ച് കട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത്രയും വെച്ച് കട്ട് ചെയ്ത് കളയത്തില്ല കേട്ടോ. കാര്യം എന്നെ നീച്ചൽ എൻ്റെ കഷ്ടപ്പാടാണ് ഈ മുടി ഇത്രയും വളർത്തിയെടുത്തത്. അതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കളയുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ തുമ്പ് ഇതുണ്ട്. ഞാൻ ഇടയ്ക്ക് മിക്കപ്പോഴും ജന്മമാസത്തിൽ മുടിയുടെ തുമ്പ് മുറിക്കത്തില്ലേ. അതിവിടെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ജന്മമാസത്തിൽ മുടി വെട്ടരുതെന്ന്. അതെന്നത് കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പണ്ടൊന്നും അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ പറയുന്നത് ഇവിടെ സൈഡിൻ്റെ ആണെങ്കിലും കണ്ണൻ്റെയൊക്കെ ആണെങ്കിലും മുടിയൊന്നും ആ മാസം വെട്ടിക്കത്തില്ല. അമ്മ പറയുന്നെങ്കിൽ അതിന് മുന്നേ വെട്ടിക്കണം, അല്ലെങ്കിൽ ആ മാസം കഴിഞ്ഞ് വെട്ടാവുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മുടിയുടെ തുമ്പൊക്കെ ജന്മമാസത്തിൽ വെട്ടത്തില്ല. അല്ലാതെ എല്ലാ മാസവും തുമ്പൊരു ശകലം ഞാനിങ്ങനെ മുറിച്ച് വിടാറുണ്ട്. ആ മുറിച്ച് വിടുന്ന അനുസരിച്ച് മുടിക്ക് നീളം വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മുടിയുടെ തുമ്പ് അല്ലെങ്കിലും നമ്മളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെട്ടി വിടുന്നത് നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് വെട്ടിയതിന് ശേഷം ഉണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഒരു ശകലം എണ്ണ, ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ തുമ്പത്ത് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ അച്ഛൻ്റെ മുടിയുടെ തുമ്പെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞു. ഇനി തലയിലോട്ട് നമുക്ക് മുട്ടയൊക്കെ തേക്കാം. അപ്പോൾ അച്ഛൻ തല എണ്ണയൊക്കെ തേച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാനകത്ത് മുട്ടയുടെ ഇതെല്ലാം ശരിയായി കൊണ്ട് വന്നപ്പോഴത്തേക്ക് തല എണ്ണ തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ തല എണ്ണയൊക്കെ തേച്ച് നിൽക്കുക. അത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് മുട്ടയുടെ വെള്ളയുടെ ഒരുമാതിരി കട്ടയായിട്ടിരിക്കില്ല. അത് നമുക്ക് തലയിട്ട് തേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതിനെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നല്ലപോലെ ഇതിനകത്തിട്ടൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെയാണ് തല തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ തല താരനൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് തലയിൽ തേക്കുന്നതിന് മുമ്പേ ഇതിനകത്തൊരു 2-4 നാരങ്ങയുടെ നീരും കൂടെ തേക്കാം കേട്ടോ. പക്ഷേ അച്ചുവിൻ്റെ തലയിൽ അങ്ങനെ താരനുണ്ടായിരുന്ന നേരത്തെ ഞാനതല്ലാതെ ഓരോ മരുന്നൊക്കെ തേച്ച് അതെല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ നാരങ്ങ നീര് ഇതിനകത്ത് ചേർക്കത്തില്ല. മുട്ടയുടെ വെള്ളം മാത്രമായിട്ടാണ് തേക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ മുടി ചീകിയെല്ലാം ഇതാക്കിയതിന് ശേഷം മുടി വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് വേണം നല്ലപോലെ തേച്ച് കൊടുക്കാനായിട്ട്. മുടിയുടെ പുറമെ മാത്രം തേക്കരുത്. എന്നാലും നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ. സ്കാൽപ്പിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ മുടി നല്ലപോലെ വകഞ്ഞെടുത്ത് അപ്പോൾ അച്ചുവിനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ ഞാനുണ്ട് കേട്ടോ. എൻ്റെ ഒന്നും കുഞ്ഞിനൊന്നും അമ്മയൊന്നും ഈ ഒരു പ്രായത്തിലൊന്നും എൻ്റെ തലയിൽ എണ്ണ വെച്ച് തരികയോ അല്ലെങ്കിൽ എൻ്റെ തലമുടി ഒന്ന് വെട്ടി വിടുക അതിനൊന്നും അമ്മ അങ്ങനെ മേമ പിന്നെയും ചെയ്തിട്ടുണ്ട്. മേമയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയാണ്. മേമ മുടി വെട്ടി വിടുകയും മേമ തലയെണ്ണ വെച്ച് തരികയൊക്കെ ചെയ്യും. അമ്മ പറയും തലയെണ്ണ വെച്ച് തേക്ക് എന്നറിയും. പക്ഷേ ഇവളെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇവളുടെ ഈ മുടി ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രായം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പിള്ളേർക്കൊന്നും വലിയ ഒരു ഉത്തരവാദിത്വമായിട്ടില്ല. അവർക്ക് ആ മുടിയെ പറ്റി വലിയ സംരക്ഷിക്കണമെന്നോ അത് പിന്നീട് ഇപ്പം സംരക്ഷിച്ചാലേ പിന്നെ നല്ലതായിട്ട് നിൽക്കുള്ളൂന്നോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അച്ചുവിൻ്റെ കാര്യത്തിൽ മുടിയാണേലും എല്ലാം അവിടെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഇപ്പോഴും പറയുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയേക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും കണ്ണൻ്റെ ആണെങ്കിലും അച്ചുവിൻ്റെ ആണെങ്കിലും പിന്നെ ഇച്ചിരി കൂടെ എനിക്കൊന്ന് കൂടുതൽ കെയർ കൊടുക്കുന്നത് അച്ചുവിൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. അവളുടെ മുടിയാണെങ്കിലും എല്ലാം ഒന്നും കൂടെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇവിടെ മുഖത്തൊക്കെ ആണെങ്കിലും എണ്ണയിലൊക്കെ തേച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ തല നല്ലപോലെ മുട്ടയുടെ വെള്ളയൊക്കെ തേച്ച് നല്ലപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് കൊടുത്തത് എന്നാന്ന് ചോദിച്ചാൽ ഈ എപ്പോഴും മഴയെന്ന് അറിയത്തില്ല. അപ്പോൾ വെളിയിരുന്ന് തേക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് വെയിലൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറക്കി വെളിയിരുത്തി തേച്ചാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വേണം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിട്ട് കയറിയിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. മുളക് ചുട്ടരച്ച് ഇഞ്ചിയും പുളിയൊക്കെ വെച്ച് നമ്മൾ ചമ്മന്തി അരയ്ക്കത്തില്ലേ അതങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു തോരൻ വെക്കണം. അങ്ങനെ ഒത്തിരി കറിയൊന്നും വെക്കാനൊന്നുമില്ല. കാര്യം ഈ പിള്ളേരൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ ചില സമയത്ത് എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല ഈ ഒരു കാര്യത്തിനും. അപ്പം എന്നും ഈ മീൻ കറിയും ഒക്കെ അല്ലേ. അപ്പം മീൻ വറക്കാനായിട്ട് ഇരിപ്പുണ്ട്. അതിന് പിന്നെ ഞാൻ ഓർത്ത് ചമ്മന്തി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അച്ഛൻ്റെ തല എല്ലാം പറ്റിയെല്ലാം കൊടുത്ത് കൈയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യേണ്ടി കയറിയിരിക്കുന്നത്. ഇനി ആരും പറയരുത് കണ്ടോ. ഇതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ കാണിച്ചിരിക്കുന്നതിന് അത് കഴിഞ്ഞ് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് അരയ്ക്കാനായിട്ട് വന്നത്. അപ്പോൾ കൈയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വേറെ എണ്ണയൊക്കെ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് എന്നാണെങ്കിൽ ഈ കല്ലിലൊക്കെ അരയ്ക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചീനെ എനിക്ക് അപ്പം പറയുമായിരുന്നു മുളക് പൊടി ചേർക്കാൻ പറ്റത്തില്ല മീൻകറി വെക്കുന്നതിന്, മുളക് കല്ലിൽ അരച്ച് വേണം. അപ്പോൾ അമ്മ മുളകൊക്കെ ഇങ്ങനെ ഞെടുപ്പൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട് അതിനകത്തിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അങ്ങനെ കല്ലിലൊക്കെ അരച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴും ചേട്ടൻ്റെ അമ്മയും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മീൻകറി ഒന്നും അങ്ങനെയല്ല, മിക്സിയിലൊക്കെ അരച്ചാണെങ്കിലും ചെയ്യും. പക്ഷേ ചമ്മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ കല്ലിൽ തന്നെ അരയ്ക്കത്തുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്. ഇതാണ് ഇപ്പോഴും ചേട്ടനുള്ളത്. ചമ്മന്തി മിക്സിയിൽ അരയ്ക്കുന്നുണ്ട് ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കല്ലിൽ അരയ്ക്കാമെങ്കിൽ അങ്ങനെ അരയ്ക്കാമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. കാര്യം അത് അരച്ച് ഇപ്പോൾ തരണമെന്നൊന്നും പറയത്തില്ല. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ കല്ലിൽ അരച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളൊരു മൈൻഡേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ കല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമല്ലെങ്കിലും ഞാനത് അരച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ചമ്മന്തി എല്ലാം ഒന്ന് അരച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കി. അപ്പം ചമ്മന്തി എല്ലാം അരച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചു കുളിക്കാനൊക്കെ കയറി കേട്ടോ. കുളിച്ച് വെച്ച് അച്ചു നല്ല ഫ്രഷായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ വെള്ള തല തേച്ച് കഴിഞ്ഞ് വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് തല കഴുകി കളയേണ്ടത്, തലമുടി കഴുകേണ്ടത്. അപ്പോൾ കഴുകുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒരു കട്ടിയായിട്ട് തോന്നും. ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് കട്ടിയായിട്ടുള്ളതെല്ലാം മാറി നല്ലപോലെ ഒന്ന് മുടിയൊന്ന് ഒലച്ച് കഴിയാൽ മതി. ഷാമ്പു ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനൊരു പ്രയോജനമില്ല. പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഷാമ്പു ഇടണമെങ്കിൽ ഇടാം. അന്നേരം നമ്മൾ ഒരു എണ്ണ തലയ്ക്ക് ചെയ്താൽ അന്നേരം ഷാമ്പു ഇട്ട് കഴുകാതിരിക്കുക. കഴുകിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അച്ചു കുളിച്ചേച്ച് വരുമ്പോഴത്തേക്ക് ചോറും കറിയെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ ചമ്മന്തി എല്ലാം അരച്ച് കല്ലെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞ് വെച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പം ഞാൻ ഇച്ചിരി ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് കറി എന്നൊക്കെ പറയാനായിട്ട്. പിന്നെയും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് 4 മണിക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കട്ടെ, അതിനുവേണ്ടി അടുക്കളയിലോട്ട് കയറി. 4 മണിക്കത്തേക്ക് വെട്ടി കേക്ക് ഉണ്ടാക്കുവാണ്. വെട്ടി കേക്ക് പറഞ്ഞാൽ ചെറിയ വെട്ടി കേക്കാണ് കേട്ടോ, ഒത്തിരി വലുതൊന്നുമില്ല. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ വെട്ടി കേക്കിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ മാവ് കഴിക്കുന്നതിൻ്റെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ പുതിയതായിട്ട് വന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ഇത് മൈദയും പിന്നെ ഒരു 3 മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും പിന്നെ സോഡാപ്പൊടി ഞാൻ ചേർത്ത്. ഞാൻ നേരത്തെ സോഡാപ്പൊടി ചേർക്കുമായിരുന്നു, പക്ഷേ ഇതിന് ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വരും. ഇതിപ്പോൾ മുട്ട ചേർത്തേക്ക് നല്ലപോലെ മുട്ട ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും പിന്നെ ഒരിച്ചിരി ഉപ്പും ഇട്ട് മൈദയിട്ട് നല്ലപോലെ മാവ് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുകയല്ലേ, അതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റോളം വെച്ചേക്കും കുഴച്ച്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയും കനം കുറച്ചല്ല, ഇച്ചിരി കട്ടിയിൽ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് വെച്ച് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് നടുക്കൂടെ ഒരു വെട്ടും കൂടെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് വേണ്ട ഇതുപോലെ നമുക്ക് കിട്ടും വെട്ട് കേക്ക്. ഇത് ഞാൻ ചെറുതായിട്ടാണ് നല്ലപോലെ പരത്തിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഇച്ചിരി കട്ടിയിലാണ് എടുക്കുന്നത്. ഇതിനെ എണ്ണയ്ക്കകത്തിട്ട് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. ഇപ്പം 4 മണിക്കത്തേക്കുള്ള ചെറുകടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വെട്ടേക്ക് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്ക് തന്നെയല്ല കേട്ടോ, എനിക്കും ഇഷ്ടമാണ് വെട്ടുകേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെട്ടുകേക്ക്, മടക്ക് പൊടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു ശകലം മഞ്ഞൾ പൊടിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കളറിന് എൻ്റെ ഈ വേറെ മഞ്ഞ കളറൊന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ശകലം മഞ്ഞൾ പൊടി കൂടി ഞാൻ ചേർത്ത്. ഇനി അടുത്ത ഇതും കൂടെ ഇങ്ങനെ എണ്ണയിലിട്ട് തീ കുറച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോത്തേ ഉള്ളൂ, ഉള്ളു വേഗത്തില്ല. അതുകൊണ്ടാണ് തീ കൂട്ടിയിടാതെ കുറച്ചിട്ട് വേവിക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് ഒത്തിരി ഇട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ കിടന്ന് പതിയെ മൊരിയട്ടെ.
അപ്പം ഞാൻ അടുക്കളയിട്ട് കയറിയപ്പം ചേട്ടനും കണ്ണനും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വീട്ടുകൾക്കെല്ലാം ഉണ്ടാക്കി കട്ടൻ കാപ്പിയെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അവർ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടായിരുന്നു വന്നത്. അപ്പം മടക്കുപൊളി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ചിപ്സ് കടയിൽ നിന്നാണ് ഇതൊക്കെ മേടിക്കുന്നത്. ചിപ്സ് കടയിൽ പിന്നെ എല്ലാം കൂടെ ചേർത്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു സെറ്റായിട്ടുണ്ട്. അത് നല്ല അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടിയാണ് വൈകുന്നേരം എല്ലാം കൂടെ ഒക്കെ കഴിച്ച് പിന്നെ ആർക്കും വൈകുന്നേരത്തേക്ക് ചോറും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയാനായിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.